ഇന്നേ നമുക്കൊരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാനായിട്ടൊരു കാരണമുണ്ട്. കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. ജെയ്ഡൻ മോളുടെ ഇളയ കുട്ടിയാണ് ജെയ്ഡൻ. അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ ഓർത്തു ഈ അവസരത്തിൽ ഈ ബർത്ത്ഡേയുടെ സമയത്ത് ഒരു കേക്ക് ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. ആദ്യമായിട്ടാണ് ഞാനൊരു കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ക്യാരറ്റ് കേക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഒന്ന് മുറിപ്പിക്കാമെന്ന് വിചാരിച്ചു അവനെ കൊണ്ട്. പക്ഷേ അവൻ ഉറക്കത്തിലായിരുന്നു. ഞങ്ങൾ ഒരിടത്ത് പോവുകയും വേണം. അപ്പോൾ ഞാൻ ഉറക്കത്തിൽ അവനെ വിളിച്ചെഴുന്നേപ്പിച്ചിരുത്തിയിരിക്കുകയാണ്. അതിൻ്റെ ആ ഒരു ഉറക്കത്തിൻ്റെ ഒരു മൂഡിലാണ്. അവനൊന്ന് ചിരിപ്പിക്കാൻ വേണ്ടി ഞാൻ പല പണിയും നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ചിരിക്കുന്നില്ല. അല്ലെങ്കിൽ അവൻ ഭയങ്കര ചിരിയും കളിയുള്ള കുട്ടിയാണ്. പക്ഷെ ആ ഉറക്കത്തിന്റെ എല്ലാവർക്കും അങ്ങനെയാണല്ലോ. ഉറക്കത്തിൽ നമുക്ക് എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമ്മൾ മൂഡ് ഓഫ് ആയിരിക്കും അല്ലേ. അതുപോലെയാണ് കൊച്ചിനും മൂഡ് ഓഫിലിരിക്കുകയാണ്. എന്നാൽ ഞങ്ങൾക്ക് അവനെ കൊണ്ട് കേക്ക് മുറിപ്പിക്കുകയും വേണം. ആ ഒരു ഇതിൽ ഞാൻ അവനെ പല പണിയും നോക്കുന്നുണ്ട്. പക്ഷെ അവൻ ചിരിക്കുന്നില്ല. എന്നാലും അവൻ കരയാതിരിപ്പുണ്ട് കേട്ടോ. അപ്പം അവൻ്റെ തലയിലൊരു തൊപ്പിയൊക്കെ വെച്ച് കൊടുത്ത് അവനെക്കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ കേക്ക് ഒന്ന് മുറിപ്പിക്കാമെന്ന് വിചാരിച്ച് കത്തിയൊക്കെ അവൻ്റെ കയ്യിലേക്ക് അങ്ങോട്ട് കൊടുത്തു. അങ്ങനെ കേട്ടോ, അങ്ങനെ അവനൊക്കെ ഞാൻ മുറിപ്പിക്കുകയാണ്. കേക്കൊക്കെ അടുപ്പിച്ച് വെച്ച് നമുക്ക് മുറിക്കാമെന്നൊക്കെ പറഞ്ഞു. അതിനൊന്നും അവന് കുഴപ്പമില്ല. പക്ഷെ ചിരിക്കുന്നില്ല. മൂഡ് ഓഫിൽ അങ്ങനെ ഇരിക്കാമെന്ന് മാത്രം. എന്നിട്ട് ഞാൻ അവൻ്റെ കയ്യിൽ കത്തിയായി കൊടുത്ത് ഞങ്ങൾ രണ്ടുപേരും കൂടി ആ കേക്ക് അങ്ങ് മുറിപ്പിച്ചു. ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാട്ട് പാടി കേക്ക് മുറിച്ചു. അപ്പോൾ ഞാനുണ്ടാക്കിയ ആ കേക്ക് അങ്ങനെ മുറിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് അവൻ്റെ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതത്ര ശരിയായിട്ടില്ലായിരുന്നു. എന്നാൽ വലിയ കുഴപ്പമില്ലാതെ കിട്ടി. അങ്ങനെ അത് മുറിക്കുകയാണ്. നമ്മളെ ഉണ്ടാക്കി വരുമ്പോഴേ വളരെ പെർഫെക്റ്റ് ആവും കേക്ക്. അതിനൊത്തിരി പണിയൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ കൊച്ചിന് മുറിച്ച് വായിൽ വെച്ച് കൊടുത്തു. കൊച്ച് എനിക്കും തന്നു. അതുപോലെ തന്നെ അപ്പാപ്പനും കൊടുക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കൊച്ചു മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ചു. എന്നിട്ടും നമ്മുടെ ആൾക്ക് സന്തോഷമൊന്നും വന്നിട്ടില്ല. ഉറക്കത്തിൻ്റെ കെട്ടൊന്നും മാറിയിട്ടില്ല. എന്നാലും അവൻ്റെ പണിയൊക്കെ അവൻ ചെയ്യിപ്പിച്ചു അവനെ കൊണ്ട് ഞാൻ. അങ്ങനെ ഇരിക്കുക. കേക്കൊക്കെ കഴിക്കാനും ഇഷ്ടമാണ്. അങ്ങനെ അവന് കുറച്ച് കേക്ക് ഞാൻ വായിൽ വെച്ച് കൊടുത്തു. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് പോകണം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങ് മുറിപ്പിച്ചതാണ്. ഇങ്ങനെ നമുക്ക് കേക്ക് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ടുള്ളതാണ്. നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ ചേർത്ത്, ക്യാരറ്റൊക്കെ നമ്മുടെ വീട്ടിലെപ്പോഴും ഉണ്ടാകും. പഞ്ചസാര ഉണ്ടാകും. അങ്ങനെയുള്ള സംഗതികളൊക്കെ നമ്മുടെ വീട്ടിലുണ്ടാകുമല്ലോ. അപ്പോൾ അതൊക്കെ ചേർത്ത് നമുക്ക് പല വിധത്തിലും പലതരത്തിലുള്ള കേക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമുക്ക് കമ്പൽസറി ആയിട്ട് വേണ്ടത് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ മുട്ട അങ്ങനെയുള്ള സംഗതികളൊക്കെ. മുട്ട പിന്നെ നമ്മുടെ വീട്ടിലുണ്ടാകും അല്ലേ എപ്പോഴും. മൈദ അതൊക്കെ ഉണ്ടാകും. പിന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയൊക്കെയാണ്. അപ്പോൾ അത് ഒക്കെ ഉപയോഗിച്ച് നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് കേക്ക് ഉണ്ടാക്കാൻ സാധിക്കും. നിങ്ങൾക്കൊക്കെ അറിയാം. എന്നാലും ഞാൻ ഉണ്ടാക്കി എന്ന രീതി നിങ്ങളെ ഒന്ന് കാണിച്ചു തരികയും അതുപോലെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ അതിൻ്റെ സന്തോഷം നിങ്ങളെ അറിയിക്കുകയും കൂടി ചെയ്യുകയാണ്. അതുപോലെ കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണല്ലോ, നമ്മൾ എപ്പോഴും പുറത്തുനിന്നാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒന്നുണ്ടാക്കി പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ കേക്കിൻ്റെ പരീക്ഷണമൊക്കെ നടത്തി കൊച്ചിനെ കൊണ്ട് കേക്ക് മുറിപ്പിച്ചു. ഏകദേശം 1 കിലോയോളം ഒരു കിലോയോളം വരുന്നൊരു കേക്കിൻ്റെ രൂപത്തിലാണ് ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ ഇനി നമുക്ക് കേക്കൊക്കെ മുറിച്ച് കഴിഞ്ഞ് ഇതിപ്പോൾ അങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഞാനൊരു ചീനിച്ചട്ടി അടുപ്പയിലേക്ക് വെച്ചു. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പഞ്ചസാരയുടെ ഇടയ്ക്ക് ഞാൻ ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടി പഞ്ചസാരയ്ക്കകത്ത് ഗ്രാമ്പ് ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ 1 ഗ്രാമ്പ് അതിൽ വീണിട്ടുണ്ട്. അത് ഞാൻ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചൂടായ ചീനിച്ചട്ടി ആയത് കാരണം നമ്മുടെ പഞ്ചസാര പെട്ടെന്ന് തന്നെ അതുപോലെ ഉരുകി കിട്ടും. അപ്പോൾ നമുക്കത് നന്നായിട്ട് ഉരുകി കിട്ടണം.
അപ്പോൾ നമുക്കത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് അതിൻ്റെ ചുറ്റിനും ഇതുപോലെ പതഞ്ഞ് വരണം. അതാണ് അതിൻ്റെ ഒരു രീതി, അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അങ്ങനെയാണ്. കണ്ടോ, ഇതുപോലെ ചുറ്റിനും നന്നായിട്ട് പതഞ്ഞ് വരുമ്പോൾ അത് ഏകദേശമൊക്കെ നല്ല ഒരു കളർ വരുന്ന രീതിയിലായിട്ടുണ്ട്. അത്രയും ഒരു കളർ നമുക്ക് വേണം. നമ്മൾക്ക് കേക്കിന് ഇങ്ങനത്തെ ഒരു കളറാണല്ലോ അത്യാവശ്യം. ഇപ്പം ഏകദേശം അതൊന്ന് പതഞ്ഞ് ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് 1 കപ്പ് പഞ്ചസാരയാണ് നമ്മളിപ്പോൾ കരിച്ചെടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് ആ 1 കപ്പിന് തന്നെ 1 കപ്പ് വെള്ളം അങ്ങ് ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ കുറേശ്ശെ ഒഴിക്കണം കേട്ടോ. അത് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തിളച്ച പാനിയിലേക്കാണല്ലോ നമ്മൾ വെള്ളം ഒഴിക്കണം. അപ്പോൾ അത് കട്ട പിടിച്ച് ഇങ്ങനെ വരുന്നത് കാണാം. അതൊന്നും കണ്ട് നമുക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. അത് ഉരുകി വന്നോളും. ഇപ്പം ഞാൻ 1 കപ്പ് വെള്ളം മുഴുവനും അങ്ങ് ഒഴിച്ചു. ഇനി അത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുമ്പോൾ അത് ആ കട്ടകളൊക്കെ മാറി ആ പാനി നന്നായിട്ട് ഉരുകി വരും. തിളച്ച് ഇപ്പോൾ അതിൻ്റെ കട്ടകളൊക്കെ മാറി അത് നന്നായിട്ട് ഉരുകി കട്ടകളൊക്കെ ഇല്ലാതെ വന്നിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു രീതിയിൽ നമുക്കെടുക്കാം. അങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് അതിനകത്ത് ക്യാരറ്റ് കേക്കാണല്ലോ, അപ്പോൾ ക്യാരറ്റ് അത്യാവശ്യമാണല്ലോ. അതിനായിട്ട് ഞാൻ ഒരു 3 വലിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ പഞ്ചസാര പാനിയിൽ കിടന്ന് ക്യാരറ്റ് നമുക്കൊന്ന് വെന്ത് കിട്ടണം. അതുപോലെ അത് നമുക്ക് ഇളക്കി കൊടുക്കാം. ആ പാനിയിൽ കിടന്ന് ആ ക്യാരറ്റ് ഒന്ന് വെന്ത് അതിനകത്തെ വെള്ളവും അതുപോലെ പാനിയൊക്കെ ഒന്ന് കുറുകി കിട്ടണം. അതിനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നമുക്ക് ഇളക്കാം. ഞാൻ ആദ്യം ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞ് തുറന്ന് അതിലേക്ക് നമുക്ക് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഉണക്കമുന്തിരി കറുത്ത ഉണക്കമുന്തിരിയോ അല്ലെങ്കിൽ വെളുത്ത മുന്തിരിയുടെ ഡ്രൈ ആയിട്ടുള്ള മുന്തിരിയോ, അങ്ങനെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു 1/4 കപ്പോളം കറുത്ത മുന്തിരിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, ഉണക്കമുന്തിരി. അതിനുശേഷം നമുക്ക് വീണ്ടും മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കണം കേട്ടോ. എന്നിട്ട് ഇളക്കി നമുക്കൊന്ന് വറ്റിച്ച് അത് നാറാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾക്ക് ഒരു പാത്രം എടുത്ത് അതിലേക്ക് ഒരു അരിപ്പ് വെച്ചിട്ട് 2 കപ്പ് മൈദ, നമ്മൾ ഏത് കപ്പിലാണോ പഞ്ചസാര എടുത്തത് ആ കപ്പ് തന്നെ ഉപയോഗിച്ച് 2 കപ്പ് മൈദ നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് അരിച്ചെടുക്കണം. അതിൽ ആ മൈദയിൽ നിന്ന് നമ്മൾക്ക് 2 ടീസ്പൂൺ മൈദ ഒരു പാത്രത്തിലേക്ക് അങ്ങ് എടുത്ത് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് ആ ടീസ്പൂണിന് 2 ടീസ്പൂൺ കോൺഫ്ലവർ നമുക്കിട്ട് കൊടുക്കാം. കോൺഫ്ലവർ ഉണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ മൈദ അതിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചും അതിന് പകരമായിട്ട് 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ നമുക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുക. 2 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കണം. അത് തികഞ്ഞില്ലപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി ഇട്ട് കൊടുത്തത്. അപ്പോൾ 2 ടീസ്പൂൺ ഫുള്ളായിട്ട് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കണം. അതിനുശേഷം നമ്മൾക്ക് ബേക്കിംഗ് സോഡയാണിത്, ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് അതിൻ്റെ ആ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്
ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് ഒരു 3 പ്രാവശ്യം നമുക്ക് അരിച്ചെടുക്കാം. ഇതുപോലെ ഇളക്കി ഒരു പ്രാവശ്യം നമുക്ക് അരിച്ചിട്ട് അത് തിരിച്ച് രണ്ടാമത് ഒന്നും കൂടി ഇട്ട് അങ്ങനെ ഒരു 3 പ്രാവശ്യം അതെല്ലാം കൂടി ഇട്ടൊന്ന് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സാകാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു 3 പ്രാവശ്യം നന്നായിട്ടൊന്ന് ചേർത്ത് അരിച്ച് എടുക്കുന്നത്. പിന്നെ അതിലെന്തെങ്കിലുമൊക്കെ തരികളൊക്കെ ഉണ്ടെങ്കിൽ അതും പോകണം. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ആ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും എല്ലാം എല്ലായിടത്തും മിക്സാകണം. അതവിടെ ഇരിക്കട്ടെ. അതിന് ശേഷം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിലേക്ക് നമ്മളെടുത്ത ആ കപ്പിന് ഏത് കപ്പിനാണോ നമ്മൾ ഉപയോഗിക്കുക ആ കപ്പിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തു. അതുപോലെ ഒരു 4-5 ഗ്രാമ്പും കൂടി അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ടു. നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾക്ക് വേണ്ടത് 4 കോഴിമുട്ടയാണ്. ആ 4 കോഴിമുട്ട ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഹൈ സ്പീഡിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചെടുക്കണം. 4 മുട്ടയും ഞാൻ ഉടച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കത് അടപ്പ് കൊണ്ട് അടിച്ചിട്ട് ഹൈ സ്പീഡിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചുകൊണ്ട് വരാം. അതിൻ്റെ കൂട്ടത്തിലേക്ക് ആ മുട്ടയുടെ കൂട്ടത്തിലേക്ക് നമ്മൾക്ക് 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചിട്ട് വേണം നമുക്ക് അടിച്ചെടുക്കാൻ കേട്ടോ. എന്നിട്ട് 4 മുട്ട ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഉടച്ചെടുത്തു. അതിന് ശേഷം അതിലേക്ക് ഞാൻ ആ കപ്പിന് 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തു. നമ്മൾ ഏത് കപ്പാണോ ഉപയോഗിക്കുന്നത് ആ കപ്പിന് 1 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തു. പിന്നീട് അതിലേക്ക് ആ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. പിന്നീട് അതിലേക്ക് നമ്മൾ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് അതും കൂടി ഇട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം. അതവിടെ ഇരിക്കട്ടെ. ഇനി കുറച്ച് നട്ട്സ്, ഞാനിതിപ്പോൾ എൻ്റെ കയ്യിൽ ഈ മസാല നട്ട്സേ ഉള്ളൂ. പ്ലെയിൻ നട്ട്സ് ആണെങ്കിലും മതി. ഞാൻ കുറച്ച് നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ്. നന്നായിട്ടൊന്നും പൊടിക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അത് നമ്മൾക്ക് ക്രഷ് ചെയ്ത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ആ മൈദയിലേക്ക്, നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ആ മൈദാപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിന് കണ്ടോ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത്, ഇത്രയും പൊടിയുണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ, ഞാൻ പൊടിച്ചപ്പോൾ ഇച്ചിരി പൊടിഞ്ഞു, അത് നന്നായിട്ട് പൊടിഞ്ഞു, എത്രയും പൊടിഞ്ഞു, ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്താൽ മതി നമ്മുടെ കശുവണ്ടി പരിപ്പ്. എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് കണ്ടോ, പഞ്ചസാര പാനിയിൽ കിടന്ന് കുറുകി വന്നു കണ്ടോ, ഒരു ഇച്ചിരി നന്നായിട്ട് ഇത്രയും കുറുകിയാൽ മതി. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മളെ അരച്ച് വെച്ചിരിക്കുന്ന ആ മുട്ടയും അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചതും അതെല്ലാം കൂടി യോജിപ്പിച്ച് അത് നമുക്ക് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഇളക്കിയെടുക്കാം. നമ്മൾ സൺഫ്ലവർ ഓയിലും മുട്ടയും അതുപോലെ തന്നെ പഞ്ചസാര പൊടിച്ചതും എല്ലാം കൂടി ചേർത്ത് അടിച്ചു വെച്ചിരിക്കുന്ന ആ കൂട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ക്യാരറ്റിലേക്ക്, പഞ്ചസാര പാനിയിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ക്യാരറ്റിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇനി അതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ക്യാരറ്റിലേക്കാണ് നമ്മളുടെ ആ മുട്ടയും സൺഫ്ലവർ ഓയിലും അതുപോലെ വാനില എസൻസും പഞ്ചസാര പൊടിച്ചതും എല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുന്നത് ഇളക്കിയിട്ട് ഇനി അതിലേക്ക് നമ്മളുടെ ആ മൈദാപ്പൊടിയില്ലേ, നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ആ മൈദ, അത് കുറേശ്ശെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കൂട്ട് റെഡിയാവും. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. കണ്ടോ, ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇളക്കി അങ്ങ് യോജിപ്പിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ
കൂട്ട് ഇവിടെ റെഡിയായി. ഉണ്ടോ? ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. കണ്ടോ? എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്ക് സെറ്റ് ചെയ്യുന്ന ഒരു പാത്രം, ഞാൻ ഈ ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് എണ്ണയോ നെയ്യോ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് അതിനുള്ളിലേക്ക് ഒരു ബട്ടർ പേപ്പറും കൂടി അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മുറിച്ചെടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. ഉണ്ടോ? ഞാൻ ഈ ഒരു പാത്രമാണ് കേക്ക് സെറ്റ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. അതിലേക്ക് ഞാനിപ്പോൾ എണ്ണയാണ് എല്ലായിടത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നത്. അതിനുള്ളിലേക്ക് ഞാൻ പാകമായിട്ടൊരു ബട്ടർ പേപ്പർ മുറിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടി വെച്ച് അതിൻ്റെ മുകളിലേക്കും ഒക്കെ ആ എണ്ണ തൂകി കൊടുക്കുകയാണ്. ഇതെല്ലാം നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് റെഡിയാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ ഒന്ന് തൂകി കൊടുക്കുകയാണ്. ഇനി നമുക്കതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഇളക്കി കൂട്ടി വെച്ചിരിക്കുന്ന ആ കൂട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളുടെ കേക്കിൻ്റെ കൂട്ടിരിക്കുന്നത്. കൂടുതൽ അങ്ങോട്ട് ലൂസാകരുത്, ഇത് കൂടുതൽ ടൈറ്റും ആകരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം നമ്മളുടെ കേക്കിൻ്റെ കൂട്ടിരിക്കുന്നത്. ഇനി നമുക്ക് അതിലേക്ക് നന്നായിട്ട് തൂത്ത് ഒഴിച്ചങ്ങ് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കേക്ക് ഉണ്ടാക്കാനുള്ള ഒരു മുക്കാൽ ഭാഗവും റെഡി ആയിട്ടിരിക്കുകയാണ്. ഞാൻ മുഴുവൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ബബിൾസൊക്കെ ഒന്ന് പോകാൻ വേണ്ടി പതുക്കെ ഇങ്ങനെ ഒന്ന് തട്ടിക്കൊടുക്കാം. ഞാൻ കുറച്ച് ക്യാരറ്റ് അതിൻ്റെ മുകളിലേക്ക് ഒരു ഭംഗിക്ക് വേണ്ടി ജസ്റ്റ് കുറച്ച് ക്യാരറ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ വെന്ത് പോയി കഴിയുമ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കാണാനൊന്നും ഉണ്ടാകത്തില്ല. ഇതുപോലെ വെന്ത് കഴിയുമ്പോഴതൊക്കെ, എന്നാലും നമുക്കൊരു ഭംഗിക്ക് വേണ്ടി ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഉണക്കമുന്തിരി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. അതുമെല്ലാം ഇട്ട് കൊടുത്തു. ഇതുമെല്ലാം അങ്ങനെ ഇട്ട് കൊടുത്തു. കണ്ടോ? ഇനി നമ്മൾക്ക് അത് ഒരു ഇഡലി പാത്രം ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഒരു പാത്രം കമത്തി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കണ്ടോ? നമ്മൾ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് റെഡി ആയിരിക്കുകയാണ്. കണ്ടോ? വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കേട്ടോ? ഇത് നമുക്ക് പതുക്കെ ഇങ്ങനെ ഒരു കത്തി ഉള്ളിലേക്ക് കയറ്റി നമുക്ക് ഇങ്ങനെ വിടിയിച്ചെടുക്കാം പതുക്കെ. കണ്ടോ? ഇങ്ങനെ പതുക്കെ ഇങ്ങനെ വിടിയിച്ച്
എടുക്കാം. കണ്ടോ? കണ്ടോ? ഇങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. കണ്ടോ? കണ്ടോ? ഇനി നമുക്ക് ആ ബട്ടർ പേപ്പറൊക്കെ പതുക്കെ എടുത്ത് മാറ്റിയെടുക്കാം. കണ്ടോ? ഉണ്ട്. അങ്ങനെ നമ്മുടെ കേക്ക് ഇവിടെ റെഡിയായി. ഉണ്ടോ? വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഉണ്ടോ? വളരെ സോഫ്റ്റായിട്ടുള്ള കേക്കാണ്. ഇത് ഞാൻ ഒന്ന് മുറിച്ച് കാണിക്കാം. കണ്ടോ? 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 വളരെ സോഫ്റ്റ് അല്ലേ? ഓക്കെ, ബൈ ബൈ. താങ്ക് യു.